ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വചനത്തിൽ പറയുകയാണ്, എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിഗളിയായിരിക്കുന്ന വ്യക്തി ആരാണ്? പിശാചാണ്. താഴ്മയില്ലാത്തവൻ പിശാചാണ്. അതുകൊണ്ടാണ് പിശാച് സ്വർഗത്തിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ടത്. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവത്തിന് കീഴടങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തിയായി നാം മാറണം എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ 3-ാമത്തെ വചനം പറയുകയാണ്, അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നുവെന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയയ്ക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. അപ്പോൾ താഴ്മയുള്ളവർക്ക് അധികം കൃപ നൽകി പരിശുദ്ധാത്മാവിൽ നിറച്ച് നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് നമ്മൾ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ താഴ്മയോടെ ആയിരിക്കണം എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. നിഗളികളും ഗർവമുള്ളവരെയും ദൈവം വെറുക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമുക്ക് താഴ്മ ധരിക്കാം. ദൈവം തമ്പുരാൻ സഹായിക്കുമാറാകട്ടെ. ആമേൻ.